ഇലക്ഷൻ പൂരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്നത് കോട്ടയത്തേക്കാണ്. കേരളത്തിന്റെ മധ്യ കേരളം എന്ന് വളരെ കൃത്യമായി പറയാവുന്ന ഭാഗത്തേക്കാണ്. അവിടെ സജിത്ത്, ഈ കോട്ടയം എന്ന് പറയുമ്പോൾ ഈ ഏതൊരാളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറേയേറെ ചിത്രങ്ങൾ ഉണ്ടാകും. അവിടെ കോട്ടയത്തെ മീനച്ചലാറുണ്ടാകും, റബ്ബർ ഉണ്ടാകും, അച്ചായന്മാരുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് KM മാണി എന്ന ഒരു പേര്. ഈ KM മാണിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കോട്ടയം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കോട്ടയം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു രാഷ്ട്രീയ മുഖം എന്നത് KM മാണിയാണ്. കേരള കോൺഗ്രസുകൾക്ക് കൃത്യമായ സ്വാധീനമുള്ള ഒരു ഭൂപ്രദേശമാണ്. ഒരുപക്ഷെ ഈ കോട്ടയം മണ്ഡലത്തിൽ എറണാകുളം ജില്ലയുടെ ഭാഗം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോട്ടയത്തെ വോട്ടറായി മാറുന്നത്. പിറവം നിയമസഭാ മണ്ഡലം. അതെ, ഈ അഭിലാഷ്, ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന ഒരു ഇടമായിരുന്നില്ല കോട്ടയം മണ്ഡലം. കാരണം അത് കോൺഗ്രസ് മത്സരിച്ചിരുന്ന ഇടമായിരുന്നു. കേരള കോൺഗ്രസിന് മൂവാറ്റുപുഴ എന്ന സീറ്റായിരുന്നു അവർക്ക് ലഭ്യമായിരുന്നത്. പക്ഷേ കോട്ടയം ഡീലിമിറ്റേഷൻ കഴിഞ്ഞതോടുകൂടി മണ്ഡല പുനർനിർണയത്തോടെ മൂവാറ്റുപുഴ മാറി കോട്ടയമായി മാറുന്നു. സ്വാഭാവികമായും UDF അത് കേരള കോൺഗ്രസിന്റെ സീറ്റായി മാറുകയായിരുന്നു. CPM ഇടതുമുന്നണിയിൽ CPM മത്സരിച്ചിരുന്ന സീറ്റ് ഇത്തവണത്തെ സീറ്റ് ധാരണയിൽ ചാഴികാടൻ, അവിടെ സീറ്റ് MP ആയ ചാഴികാടൻ തന്നെ മത്സരിക്കുന്നു എന്നതാണ്. ശരി, നമുക്ക് അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ പിറവം, വൈക്കം, കടുത്തുരുത്തി, പാല, പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കോട്ടയം എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ആണ് കോട്ടയത്തിന് ഉള്ളത്. അതെ, ഈ നമ്മൾ ഇതുവരെ പരാമർശിച്ച 2 മണ്ഡലങ്ങൾ ആലപ്പുഴയ്ക്കും ആലത്തൂരിനും ഇല്ലാത്തൊരു പ്രത്യേകത കോട്ടയത്തിനുണ്ട്. കാരണം കോട്ടയത്ത് അതിന്റെ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരവുമായുള്ള ഒരു ആധിപത്യം UDF-നൊപ്പമാണ്. UDF രാഷ്ട്രീയമാണ്. അവിടുത്തെ 5 നിയമസഭാ മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും UDF-നൊപ്പവും 2 വൈക്കവും ഒപ്പം ഏറ്റുമാനൂരും മാത്രം ഇടതുമുന്നണിയും പ്രാധികരിക്കുന്നു എന്നതാണ്. അതായത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി തുടർഭരണം നേടിയപ്പോൾ പോലും ആ മുന്നണിയോട് പൂർണ്ണമായും മനസ്സ് ചേർന്ന് നിൽക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ്, ലോക്സഭാ മണ്ഡലം കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് കേരളത്തിന്റെ UDF-ന്റെ രാഷ്ട്രീയ മനസ്സിനൊപ്പം നിന്നിരുന്ന കൃത്യമായൊരു ഇടമാണ്. ചില മാറ്റങ്ങൾ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ തവണയും എല്ലാ സാഹചര്യങ്ങളിലും UDF-നൊപ്പം നിന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് അഭിലാഷ് ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ തവണ ചാഴികാടൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 4,21,000 വോട്ടുകളാണ് ലഭിക്കുന്നത്. തോമസ് ചാഴികാടൻ UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം 2 ഇലക്ഷനിൽ തന്നെ മത്സരിച്ചു. VN വാസവൻ, ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രി VN വാസവനായിരുന്നു എതിരാളി. അദ്ദേഹം 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടുന്നു. PC തോമസ് അവിടെ വരുന്നു. PC തോമസ് NDA കാൻഡിഡേറ്റായി വരുമ്പോൾ അദ്ദേഹം 1,54,000 പരം വോട്ടുകൾ നേടുന്നു എന്നതാണ് സജിത്ത്. ഈ 2019 കണക്ക് പറയുമ്പോൾ പ്രേക്ഷകരോടൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ എതിരാളി VN വാസവനാണ്. ഇത്തവണ ചാഴികാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് ഇതേ VN വാസവൻ തന്നെയാണ്. എന്തായാലും നമുക്ക് അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൂടി പരിശോധിച്ചാൽ ജോസ് കെ മാണി 4,24,000-ലധികം വോട്ടുകൾ ആണ് നേടിയിരുന്നത്. അന്ന് എതിരാളി മാത്യു ടി തോമസ് ആയിരുന്നു. മാത്യു ടി തോമസ് 3,03,595 വോട്ടാണ് നേടിയത്. NDAയുടെ നോബിൾ മാത്യു 44,000 വോട്ട് നേടി. അവിടെ എനിക്ക് തോന്നി 2009-2014 വർഷങ്ങളെ അപേക്ഷിച്ച് NDA വലിയ മുന്നേറ്റം നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അത് PC തോമസിന്റെ സ്ഥാനാർത്ഥിത്വം വളരെ പ്രത്യേകതയായിരുന്നു. കാരണം PC തോമസിന് NDAക്കോ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അപ്പുറം വോട്ടുകൾ സമാഹരിക്കാൻ ശേഷിയുള്ള ഒരാളാണ് കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ആ സാധ്യത അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അത് മൂവാറ്റുപുഴയിൽ അദ്ദേഹം തെളിയിച്ച ആൾ കൂടിയായിരുന്നു. മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലം ഉണ്ടായിരുന്നപ്പോൾ ഒറ്റയ്ക്ക് പോരാടി 2 വിഭാഗത്തെയും പരാജയപ്പെടുത്തി കേന്ദ്രമന്ത്രിയായി. അതെ.